നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. രൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പ്രധാന വാർത്തകൾ. പുതുമല ദുരന്തത്തിന് 6 ആണ്ട്. വയനാട് പുതുമലയുടെ നെഞ്ചകം പുലർത്തിയ കണ്ണീർ ഓർമ്മകൾക്ക് ഇന്ന് 6 വർഷം. സമാധാനം ഒരു ചെറു പുഞ്ചിരിയിൽ ആരംഭിക്കുന്നു. മദർ തെരേസയുടെ പ്രശസ്തമായ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കട്ടെ. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിട്ട് 2025-ൽ 80 വർഷങ്ങൾ പിന്നിടുകയാണ്. ലോകത്ത് മനസാക്ഷി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്കും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ആഗസ്റ്റ് 6-നും ആഗസ്റ്റ് 9-നും ഹിരോഷിമയിലും നാഗാസാക്കിയിലും അരങ്ങേറിയത്. 1945 ആഗസ്റ്റ് 6-ന് ഹിരോഷിമയുടെ അന്തകനായ ലിറ്റിൽ ബോയ് എന്ന പേരിലുള്ള കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ദുരന്തം ഇന്നും എല്ലാ വർഷവും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ജനങ്ങളും ഓർമ്മിക്കുന്നു. അതിൻ്റെ ആ ഒരു വാർഷികം ആചരിക്കുന്നു. എന്തിനാ ഇങ്ങനെ ഒരു ദുരന്തത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്? ശരിക്കും യുദ്ധം ആരംഭിക്കുന്നത് എവിടെയാണ്? യുദ്ധം ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെ? നമ്മുടെ സമൂഹത്തിലാണ്. സമൂഹത്തിലേക്ക് എത്തുന്നതിന് മുൻപ് യുദ്ധം ആരംഭിക്കുന്നത് മനസ്സിലാണ്, അല്ലേ? ആ തരത്തിലുള്ള ചിന്തകൾ ഉള്ള ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഇത്തരം
ലോകത്തെ പല രാഷ്ട്രങ്ങളുടെ കയ്യിലും അണുവായുധങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാണ്. ശാസ്ത്രത്തിന്റെ വളർച്ച നല്ലതാണ്, എന്നാൽ അത് മനുഷ്യരാശിക്ക് ഭീഷണി ആകരുതെന്ന് മാത്രം. മനുഷ്യർ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, യുദ്ധമല്ല. സമാധാനം ജീവിതവും, യുദ്ധം നാശവുമാണ്. അതിനാൽ തന്നെ ഇനിയൊരു ഹിരോഷിമ നാഗസാക്കി ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. അതിനായി നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് യുദ്ധവിരുദ്ധ മനോഭാവം മനസ്സിൽ വളർത്തിയെടുത്താം.